ദൈവനാമത്തിന് മഹത്വം. ഈ നല്ല വെള്ളിയാഴ്ച യേശു കർത്താവ് നമുക്കായി തൻ്റെ ജീവനെ മറുവിലയായി നൽകി. ഒരിക്കൽ രണ്ട് സുഹൃത്തുക്കൾ കടൽ തീരത്തൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അവർ പരസ്പരം സംസാരിക്കുകയും എന്നാൽ ചില വാക്കുതർക്കങ്ങളിലൊക്കെ ഏർപ്പെടുകയും ചെയ്തപ്പോൾ ദേഷ്യം വന്ന ഒരു കൂട്ടുകാരൻ തൻ്റെ കൂട്ടുകാരൻ്റെ മുഖത്ത് വളരെ ശക്തമായി അടിക്കും. നല്ല വേദന തോന്നിയെങ്കിലും ആ വ്യക്തി മണലിൽ ഇപ്രകാരം എഴുതി: ഇന്ന് എൻ്റെ നല്ല സ്നേഹിതൻ എൻ്റെ മുഖത്ത് അടിച്ചു. മറ്റൊന്നും പറയാതെ അവർ മുൻപോട്ട് നടന്നു. അങ്ങനെ അവരുടെ യാത്ര തുടർന്നപ്പോൾ അടികൊണ്ടതായ ആ കൂട്ടുകാരന് കടലിലിറങ്ങുവാനായിട്ട് തോന്നി. അദ്ദേഹം ഇറങ്ങുന്ന കൂട്ടത്തിൽ കാൽ വഴുതി വെള്ളത്തിൽ മുങ്ങിത്താഴുവാനായി തുടങ്ങി. ഇത് കണ്ടതായ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഓടി വന്ന് അദ്ദേഹത്തെ രക്ഷിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ഈ ഒരു വീഴ്ചയുടെ ആ ഒരു പ്രയാസത്തിൽ നിന്നൊക്കെ മാറിയപ്പോൾ അദ്ദേഹം അടുത്തുണ്ടായിരുന്നതായ പാറക്കെട്ടുകളിൽ ഇപ്രകാരം അവിടെ കൊത്തിവെച്ചു: ഇന്ന് എൻ്റെ നല്ല സുഹൃത്ത് എൻ്റെ ജീവനെ രക്ഷിച്ചു. ഇത് കണ്ടതായ കൂട്ടുകാരൻ ചോദിച്ചു: നീ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ നിന്നെ അടിച്ചപ്പോൾ നീ മണലിൽ എഴുതി, എന്നാൽ ഞാൻ നിന്നെ രക്ഷിച്ചപ്പോൾ നീ പാറയിൽ കൊത്തിവെച്ചു. ഇങ്ങനെ ആ മനുഷ്യൻ മറുപടി പറഞ്ഞത്: ഞാൻ മണലിൽ എഴുതിയത് എന്നെ ജീവിതത്തിൽ വേദനിപ്പിച്ച അനുഭവമാണ്. അതിൻ്റെ കടൽ തീരെ വന്ന് അതിനെ മായ്ച്ചു കളയുകയോ ചെയ്യും. എന്നാൽ ഞാൻ കല്ലിൽ കൊത്തിവെച്ചത് എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷകരമായ അനുഭവമാണ്. അതൊരിക്കലും മായ്ക്കപ്പെടുവാൻ പാടില്ല. ജീവിതം ഇപ്രകാരമാണ്: സങ്കട അനുഭവങ്ങളെ മായ്ച്ച് സന്തോഷാനുഭവങ്ങളെ മറന്നു പോകാത്ത നല്ല ഓർമ്മയായി ഹൃദയത്തിൽ ആലേഖനം ചെയ്യുവാൻ നമുക്ക് സാധ്യമാകണം. ക്ഷമയാൽ അത് സാധ്യമാണ്.